പ്രിയപ്പെട്ടവരെ, അന്നത്തെ യാത്രയുടെ ബാക്കിയാണ് കേട്ടോ. പിന്നെ ഞങ്ങൾ ആ പെരുമഴയത്ത് ചെന്നത് നമ്മുടെ ചൈതന്യ പാർക്കിലാണ്. ഞാൻ ആദ്യമായാണ് പാർക്ക് കാണുന്നത്. അവിടെ ചെല്ലുമ്പോൾ നല്ല പൂക്കുറ്റി മഴയാണ് കേട്ടോ. എത്തിപ്പോയില്ലേ, ഇനി കാണുക തന്നെ. പിന്നെ കണ്ട കാഴ്ചകളൊക്കെ നമുക്ക് വഴിയെ കാണാം. വളരെ വൃത്തിയായിട്ടാണ് മരം നോക്കുന്നതല്ലേ. വെള്ളം കുടിക്കുന്നുണ്ടാ? വെള്ളം വീഴുന്നിടുന്നു, അതുകൊണ്ട് അതിനെ ചേർന്നില്ല. ശരിക്കും പറഞ്ഞാൽ ഇവർക്കൊന്നും ആരെയും പേടിയില്ല കേട്ടോ. കാരണം ഒത്തിരി പേര് ഇങ്ങനെ എന്ന് വരുന്നത് കൊണ്ട് അവരെല്ലാം കണ്ട് അത്ര പരിചയമായിട്ട് ഇരിക്കുകയാണ്. നല്ല രസമുണ്ടല്ലേ കാണാൻ. ചെറിയ എലിക്കുഞ്ഞിനെ ഓർമ്മ വരുന്നു. സോ ക്യൂട്ട്. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ. പല കളറിൽ ഇതുപോലെ പൂച്ചകളുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഭയങ്കര പുല്ലുതീറ്റയാണ്. പിന്നെ തൊട്ടടുത്തിട്ട് ഇതുള്ള കാഴ്ചകൾ ഇതൊക്കെയാണ് കേട്ടോ. ഇതെന്തൊക്കെയോ ജീവികൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കുറേ പിള്ളേർ അവിടെ നിന്നൊക്കെ കളിക്കുന്നുണ്ട് കേട്ടോ. ഇത് മീനുണ്ട് ഇതിനകത്ത്. പക്ഷെ ഞാൻ മീനിനെ ഒന്നും കണ്ടില്ല. അവിടെ കണ്ടത് ആ കൂടെ തവളയാണ്, തവള. അതിനിടയ്ക്ക് കൊച്ചാണെങ്കിൽ എടുക്കണം എന്ന് പറഞ്ഞ് ഭയങ്കര ബഹളമാണ് കേട്ടോ. കാരണം മഴയാണ്. ഞാനാണെങ്കിൽ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എടുത്തുകൊണ്ട് നടന്ന് മടുത്ത് നടുവിന് നല്ല വേദനയുമായി കേട്ടോ. അവൾ ഭയങ്കര കുസൃതിയാണ്. ഇപ്പോൾ നടക്കാനൊക്കെ ഭയങ്കര മടിയാണ്. പിന്നെ ഞാൻ സിക്കടായി കൊച്ചിനെ കൊടുത്തിട്ട് ക്യാമറ ഞാനിങ്ങ് വാങ്ങിച്ചു കേട്ടോ. പിന്നെ ഇതേ തൊട്ടടുത്തൊരു കുളം പോലെ എന്തോ, ഇവിടുന്ന് ആ വെള്ളമൊക്കെ എടുക്കുന്നത് എനിക്ക് അറിഞ്ഞുകൂടെ എന്തോ സംഭവം. പക്ഷെ കൊള്ളാം, കാണാൻ കൊള്ളാം. കുറച്ച് കഴിഞ്ഞപ്പോൾ അതെ അവിടെ ചെറിയൊരു കപ്പലുണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ എനിക്ക് ക്യാപ്റ്റൻ ജാക്ക് സ്പാരോയാണ് ഓർമ്മ വന്നത്. അദ്ദേഹത്തിൻ്റെ കപ്പലാണോ എനിക്കൊന്ന് സംശയമുണ്ട്. അപ്പോൾ ചെറിയൊരു ഒരു സംഭവം കണ്ടു കേട്ടോ. അത് അത്യാവശ്യം വെള്ളമുണ്ട്, എന്നാലും കൊച്ചി കയറിയിരിക്കാൻ പറ്റിയ അവസ്ഥയിൽ തന്നെയാണ്. പിന്നെ അത് വെള്ളമെല്ലാം പതിയെ തുടച്ച് കളഞ്ഞിട്ട് കൊച്ചിനെ അവിടെ ഇരുത്തി. അല്ലാതെ പിന്നെ എന്നാ ചെയ്യുന്നേ മഴയത്ത്. അല്ല പിന്നെ കണ്ടിട്ട് എനിക്കും കൊതിയാകുന്നുണ്ട് കയറിയിരിക്കാൻ. നല്ല രസമുണ്ടല്ലേ. അപ്പോഴത്തേനെ അതെ ട്രെയിൻ പോകുന്നത് കണ്ടു കേട്ടോ. ഇവിടെ എല്ലാ 15-20 മിനിറ്റ് കൂടുമ്പോഴും ഇങ്ങനെ ട്രെയിൻ പോകുന്നത് ഞാൻ കണ്ടു. ആ സമയത്ത് ഞങ്ങളവിടെ ഏതാണ്ട് കുറേ നേരം 1.5 മണിക്കൂറുണ്ട്. ആ ടൈമിലെല്ലാം ഇങ്ങനെ പോകുന്നത് കണ്ടിരുന്നു കേട്ടോ. അത് നോക്കി കുറേ നേരം നിന്ന്. ചെറിയ പ്രായത്തൊക്കെ ഈ ഭാഗമൊക്കെ നമ്മുടെ സ്ഥലങ്ങളാണല്ലോ. അങ്ങനെ നേരെ ഞാനിതേ അവിടെ ഒരാളതിൻ്റെ മുകളിൽ നിൽപ്പുണ്ട്, കൊച്ചി. അതുകൊണ്ട് ഞാൻ പിന്നെ വീഡിയോ എടുത്തില്ല, ഇങ്ങോട്ട് പോകുന്നേച്ച് കേട്ടോ. നോക്കൂ എന്നാ ഭംഗിയാണ് കാണാൻ. എന്താണ് എന്തോ എൻ്റെ മുകളിൽ കയറാമെന്നാണ് എനിക്ക് തോന്നുന്നത്. എല്ലാം തന്നെ ഇപ്പോൾ അടച്ചിപ്പൂട്ടിയിട്ടേക്കുക. കാണാനല്ലാതെ കയറാൻ പറ്റത്തില്ല. പിന്നെ ഇതിൻ്റെ ഇടയ്ക്കോടെയൊക്കെ ആണെങ്കിൽ ഇങ്ങനെ നോക്കൂ, ഓരോ മരങ്ങളൊക്കെ നട്ടു വെച്ചിട്ടുണ്ട്. മീൻ വളർത്തലുണ്ട്. അപ്പോൾ ഇതെന്തോ മീനെ വളർത്താൻ ഇട്ടേക്കാണെന്ന് തോന്നുന്നു. കണ്ടതുകൊണ്ട് ഇത് കാണാൻ ഭംഗിയുള്ള കുറേ മീനുകളുണ്ട് കേട്ടോ. ഇതുണ്ട്, ചെറിയൊരു ഫാമാണെന്ന് തോന്നുന്നല്ലേ. എല്ലാ ജീവിവർഗ്ഗങ്ങളും ഇതിനകത്തുണ്ട്. അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഇത് ചാര നിൽക്കരുത് എന്ന് കേട്ടോ. ഈ മഴയത്ത് ഞങ്ങൾ മാത്രമല്ല കേട്ടോ, തവളകളും നനയുന്നുണ്ട്. ഒരു പണിയില്ല. നമുക്ക് പിന്നെ ഗതികെട്ടിട്ടാന്ന് കരുതിയോ. ഇതൊക്കെ എന്തിനാണോ നനയാൻ വേണ്ടി ഇവിടെ ഇരിക്കുന്നത്. ഏതായാലും കൊള്ളാം, മഴ പെയ്താൽ നനയണം, വേറെ വഴിയില്ലല്ലോ. അപ്പോൾ ഇതുണ്ടോ, ഇതൊരു റൈഡാണ്. ഇത് ഇവിടെ നിന്ന് ഇങ്ങനെ ഊർന്നിറങ്ങാം. വെള്ളമായതുകൊണ്ട് അവിടെയും കയറിയിരിക്കാൻ പറ്റത്തില്ല. ചിലപ്പം തലി അരച്ച് വീഴും കേട്ടോ. പിന്നെ ഇങ്ങനെയുള്ള ചെറിയ ഇതിലൊക്കെ കയറിയിരുന്ന പിള്ളേരെ ഇതുണ്ടോ ആട്ടി വിടുന്നുണ്ട്. നോക്കൂ, ഞാനാണെങ്കിൽ ആ കൂടെ മടുത്ത് കേട്ടോ. കാരണം കുറേ നേരമായി നടപ്പുള്ളൂ. ഇവിടെ മഴ ആയതുകൊണ്ട് ആ ഒരു വലിയൊരു ബുദ്ധിമുട്ട് അറിയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അതായത് തണുപ്പാണല്ലോ, വെയിലോ കാര്യങ്ങളോ ഒന്നുമില്ല.
അതാണ് ഈ മഴ കുടകൂടാന്ന് പറയുന്നത്. ഏ? ആ ഉണ്ടാക്കി വെച്ചാൽ പായിരുന്നു. ഞാനത് അവിടെ നിന്ന് പിന്നെ ഇങ്ങോട്ട് നടന്നു കേട്ടോ. നോക്കിയപ്പോൾ ഇതേ അവിടെ ഒരു മരം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കണ്ടിട്ട് പ്ലാവാണെന്ന് തോന്നും. പ്ലാവും തന്നെ. കുറേ ചക്കയൊക്കെ ഉണ്ട്. നോക്കൂ, അത്ഭുതം തന്നെ അല്ലേ മനുഷ്യൻ്റെ കഴിവ്. ഇലയെല്ലാം പോയിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. ഇത്രയും മഴ പെയ്തിട്ട് എന്തുകൊണ്ടാണ് ഇല പൊഴിയുന്നത് എനിക്ക് അറിഞ്ഞുകൂടാ. നോക്കൂ, ഒരു 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 പഴം. ഇതെന്താണെന്ന് എനിക്ക് അറിയത്തില്ല. ഞാൻ പിടിച്ച് ഞെക്കിയൊക്കെ നോക്കി കേട്ടോ. തൊട്ടടുത്തായിട്ടൊരു പാവ സിംഹം കിടന്ന് ഉറങ്ങുന്നുണ്ട്. അനക്കണ്ട, വെറുതെ അവിടെ കിടന്നോട്ടെ. അല്ല, ഏതെങ്കിലും പാട്ടിൻ്റെ വീഡിയോ എടുക്കാനോ? ഞാൻ വളർത്തുന്ന കുതിരയൊക്കെ ഉണ്ട്. മൂക്കാലൊക്കെ ഇട്ടിട്ടുണ്ട്. ഇത് നോക്കൂ, ഇതൊരു ഈ പഴയ സാധനങ്ങളൊക്കെയാണ് കേട്ടോ. നമ്മൾ കണ്ടിട്ടില്ലാത്ത പല പല സാധനങ്ങൾ, പാത്രങ്ങളും ഉപകരണങ്ങളും ഒക്കെ ആയിട്ട്. ഇന്നത്തെ കുട്ടികളൊന്നും ഇത് കണ്ടിട്ടില്ല കേട്ടോ. നാഴിയൊക്കെ ഇരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കുറേ സാധനങ്ങളിങ്ങനെ ആണ് കേട്ടോ. തെങ്ങ കയറുന്നത് ഇന്ന പത്തല്ല, എന്താണ് പറയുന്നത് മറന്നുപോയി. തായ്പ് അതെ, അതൊക്കെയുണ്ട്. അപ്പം നമ്മുടെ കൂടെ വന്നവരൊക്കെ അതെ അങ്ങോട്ട് കയറിപ്പോയി കേട്ടോ. അവരങ്ങ് അപ്പുറത്ത് നിന്നു. നമ്മളിങ്ങനെ വീഡിയോ എടുത്ത് പോകുന്നു. മഴയും കൂടിയല്ലേ. എന്നെ അത്ഭുതപ്പെടുത്തിയത് എന്താണെന്ന് വെച്ചാലേ, നമ്മളെപ്പോലെ കിറുക്കുള്ളവർ കുറേ പേരുണ്ട് കേട്ടോ. ഒത്തിരി പേര് മഴയത്ത് ഇങ്ങനെ അതിലൂടെയൊക്കെ നടപ്പുണ്ട്. അത് കാണുമ്പോൾ സന്തോഷം. നോക്കൂ, ആനയുടെ വലിപ്പമുള്ളൊരു ആന ഉണ്ടാക്കി വെച്ചേക്കുന്നത് കണ്ടോ. നല്ല രസമുണ്ട് കാണാൻ കേട്ടോ. പിന്നെ മഴ കൂടിയൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ അവിടെ ചെറിയൊരു ചായക്കടയുണ്ട് കേട്ടോ. അതിനകത്തോട്ട് കയറി കണ്ടോ. എല്ലാവരും മഴയൊക്കെ നനഞ്ഞിട്ടുണ്ട്. കാര്യമായിട്ട് കഴിക്കാനൊന്നുമില്ല. ചായയുണ്ട്, പിന്നെ എന്തോ ചെറിയ കടികളോ അങ്ങനെയൊക്കെ ഉള്ളൂ. വേറെ കാര്യങ്ങളായിട്ടൊന്നുമില്ല. അപ്പോൾ എൻ്റെ വയർ ഫുള്ളായതുകൊണ്ട് ഞാനൊന്നും കഴിച്ചില്ല. ഒരു പ്ലാവ് നിൽക്കുന്നുണ്ടോ. ബാക്കി എല്ലാവരും എന്തൊക്കെയോ കഴിച്ചു കേട്ടോ. പിള്ളേർ മുട്ടായും ഐസ്ക്രീമും ഏതാണ്ടൊക്കെ മേടിച്ച് കഴിക്കുന്നുണ്ട് ഈ മഴയത്ത്. അതിൻ്റെ കേട് പിന്നെ തീർക്കുകയും ചെയ്തു കേട്ടോ. അങ്ങനെ എല്ലാവരും ചായയെല്ലാം കുടിച്ച് വേണ്ടവരൊക്കെ കഴിച്ചു. ഞാൻ മാത്രം ഒന്നും കഴിക്കാതെ അവിടെ നിൽപ്പാണ്. ആ സമയത്ത് ഇതേ ആ വഴി ട്രെയിൻ പോകുന്ന ഒച്ച കേട്ട് കേട്ടോ. ഇവിടെ ചുമ്മാ ഇങ്ങനെ കിടക്കുക. ചിന്നുചേട്ടൻ നല്ല കാര്യങ്ങൾ പറയുമ്പോഴായിരിക്കും ഞാൻ വീഡിയോ എടുക്കുന്നത്. രണ്ട് സൂക്ഷിച്ചും കണ്ടൊക്കെ സംസാരിക്കുക. അങ്ങനെ തിരിച്ച് നമ്മൾ വണ്ടിയെ തന്നെ എത്തി കേട്ടോ. ഈ മഴയത്ത് അങ്ങനെ കറങ്ങി തിരിഞ്ഞൊക്കെ നടന്നിട്ട് അവസാനം ഇപ്പോൾ എല്ലാ കുടയും ഇങ്ങനെ നനഞ്ഞിരിക്കുവാണ്. കുടയെല്ലാം കൂടിനകത്താക്കി വണ്ടിക്കകത്ത് കയറിയിരുന്നു. ഇനി പിന്നെ അങ്ങോട്ട് ഇതേ പാട്ടാണ് ഫോണെ മൊത്തം കേട്ടോ. വണ്ടിക്കകത്ത് ഇരുന്നു ഐസ്ക്രീം തീറ്റ, AC-ക്കകത്ത് ഇരുന്ന്. എനിക്ക് വയ്യ. ഇനി എന്താ ഉണ്ടാവുമെന്ന് അറിയാമല്ലോ അല്ലേ. കുറേ ദിവസത്തേക്ക് പിന്നെ നല്ല രസമായിരുന്നു ഇവിടെ. ചുമയും പനിയും ഒന്നും വേണ്ട. ഇനിയിപ്പോൾ നേരെ വീട്ടിൽ ചെല്ലണം, എവിടെയെങ്കിലും കിടന്നുറങ്ങണം. അപ്പോൾ ഇതേ നമ്മൾ തിരിച്ച് പോവാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ വീടെത്താറായി. ഇനി കുറച്ചുകൂടി യാത്ര ചെയ്താൽ മതി. 2-3 കിലോമീറ്റർ കൂടി മതി. അപ്പോൾ ചായ കുടിക്കാമെന്നൊക്കെ കരുതി ഒരു ഹോട്ടലിൽ കയറി കേട്ടോ. അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ വീണ്ടും രാവിലത്തെ അതേ അസ്വസ്ഥത. ഒരു വാളും പരിചയമൊക്കെ എടുത്താലോ എന്ന് എനിക്കൊരു തോന്നൽ കേട്ടോ. എന്നെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ മാത്രമല്ല, പിള്ളേർ രണ്ടും അതേ അവസ്ഥയിൽ തന്നെയാണ് കേട്ടോ. അപ്പോൾ പ്രിയപ്പെട്ടവരെ, അങ്ങനെ സംഭവബഹുലമായ മഴ പിടിച്ച ഒരു യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ടാറ്റാ.